ഗൾഫ് ഒരുപക്ഷെ നമ്മൾ മലയാളികളുടെ ജീവിതവുമായി അത്രയേറെ ഇഴചേർന്നിരിക്കുന്ന മറ്റൊരു ഭൂപ്രദേശമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾക്ക് തീവ്രതയേറുകയാണ്. എണ്ണപ്പാടങ്ങൾക്ക് നേരെയും കപ്പൽ പാതകൾക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് ഒരു ഹെഡ്ഫോൺ നയതന്ത്രം കടന്നുവരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ. ആരെയെന്നല്ലേ, സാക്ഷാൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനെ. വെറുമൊരു സൗഹൃദ സംഭാഷണമായിരുന്നില്ല അത്. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഊർജ സ്രോതസ്സുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ കടുത്ത ആശങ്ക വ്യക്തമാക്കാനായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത വിളി. ദില്ലിയിൽ നിന്ന് ഉയർന്ന ആ വാക്കുകൾ ഇറാൻ പ്രസിഡന്റിന്റെ കാതുകളിലേക്ക് ഒരു താക്കീത് പോലെയും അതേസമയം ഒരു അഭ്യർത്ഥന പോലെയും എത്തിയിട്ടുണ്ടാകും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര എത്രത്തോളം അനിവാര്യമാണെന്ന് മോദി പെസൻഷ്കിയാനോട് തീർത്തു പറഞ്ഞു. ഊർജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടക്കുന്ന ഏത് ആക്രമണങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു നയതന്ത്ര നീക്കം എന്നതിലുപരി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിന്റെ ആഴം കൂടി ഈ സംഭാഷണം വെളിവാക്കുന്നുണ്ട്. കാരണം യുദ്ധം തുടങ്ങിയ ശേഷം ഇത് 2ാം തവണയാണ് മോദി ഇറാൻ പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കുന്നത്. ഈദ്, നവറോസ് ആഘോഷങ്ങളുടെ ആശംസകളും മോദി നേർന്നു. ഒപ്പം പശ്ചിമേഷ്യയിൽ ഉത്സവകാലത്തെ സമാധാനം തിരിച്ചു വരട്ടെ എന്ന ഹൃദയസ്പർശിയായ പ്രാർത്ഥനയും. വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രതികരണമായിരുന്നില്ല ഇത്. ഗൾഫ് മേഖലയിലെ നമ്മുടെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേനയുടെ സംരക്ഷണം നൽകാനുള്ള പദ്ധതി കേന്ദ്ര മന്ത്രിസഭ പരിഗണിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ആശ്വാസകരമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതേസമയം നമ്മുടെ പോക്കറ്റിനെയും ഈ പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നുണ്ട് എന്നതും മറക്കരുത്. പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 2 രൂപയും വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ബൾക്ക് ഡീസലിന് ലിറ്ററിന് 22 രൂപയും കൂട്ടിയത് ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. ഈ ഡീസൽ കരിഞ്ചന്തയിൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് വില വർധനവിന് പിന്നിൽ. പക്ഷേ ക്രൂഡ് ഓയിലിനും ഗാർഹിക LPGക്കും തൽക്കാലം ക്ഷാമമില്ല എന്നത് ഒരേ ഒരു ആശ്വാസം. എങ്കിലും LPG ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക പൂർണ്ണമായും മാറിയിട്ടില്ല. ഇതിന് പരിഹാരമായിട്ടാണ് സംസ്ഥാനങ്ങൾക്കുള്ള LPG ക്വാട്ട 20% വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. റെസ്റ്റോറന്റുകൾ, ധാബകൾ, ഹോസ്റ്റലുകൾ, സർക്കാർ ക്യാന്റീനുകൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന അടിസ്ഥാനത്തിൽ ഇത് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും ഇറാനിലെ എണ്ണപ്പാടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണവും അതിനുശേഷം ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ സ്രോതസ്സുകളെ ലക്ഷ്യമിടുന്നതുമെല്ലാം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. എങ്കിലും അമേരിക്ക ഇറാനിയൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കിയത് ഇന്ത്യക്ക് പുതിയ സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ആ ടാങ്കറുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന ലഭ്യമാകുന്നത്.